നിങ്ങൾ അറിഞ്ഞോ ഒറ്റപ്പാലത്ത് ഇങ്ങനെ ലൈവ് ആയിട്ട് നിൽക്കാൻ ലൈവ് 7 സൂപ്പർ മാർക്കറ്റ് നിങ്ങൾക്കായി ഓപ്പൺ ആയിരിക്കുന്നു. ഒറ്റപ്പാലം ചെർപ്പുളശ്ശേരി റോഡിന്റെ നവീകരണം ഡിസംബർ മാസത്തോടെ പൂർത്തിയാവുമെന്ന് ഒറ്റപ്പാലം എംഎൽഎ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ അറിയിച്ചു. ഒറ്റപ്പാലം ചെർപ്പുളശ്ശേരി റോഡിന്റെ നവീകരണം ഡിസംബർ മാസത്തോടെ പൂർത്തിയാവുമെന്ന് ഒറ്റപ്പാലം എംഎൽഎ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ. ഒറ്റപ്പാലം ജംഗ്ഷന് മുതൽ കിഴൂർ റോഡ് വരെ 11 കിലോമീറ്ററോളമാണ് റോഡിന്റെ നവീകരണ പ്രവർത്തികൾ നടക്കുന്നത്. പൊട്ടിപ്പൊളിഞ്ഞ് തീർത്തും യാത്രായോഗ്യമല്ലാതായ റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ മെല്ലെപ്പോക്കിനെ ചൊല്ലി പ്രതിഷേധങ്ങൾ ഏറെ നടന്നു. ജനങ്ങൾ ഏറെ ബുദ്ധിമുട്ടിലാണ് ഈ റോഡ് വഴി ഗതാഗതം നടത്തുന്നത്. കിഫ്ബിയിൽ ഉൾപ്പെടുത്തി 54.29 കോടി രൂപ വിനിയോഗിച്ചാണ് റോഡിന്റെ പ്രവർത്തനം നടക്കുന്നത്. റോഡ് വീതി കൂട്ടി ഡ്രൈനേജ് നിർമ്മിച്ച് പൂർത്തിയാക്കുന്ന റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തടസ്സം നിൽക്കുന്ന റോഡരികിലെ മരങ്ങൾ മുറിച്ചു മാറ്റാൻ കേബിളുകൾ മാറ്റി സ്ഥാപിക്കൽ, വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. 28 കൾവർട്ടുകളാണ് ഈ 11 കിലോമീറ്റർ റോഡിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അതിൽ 11 കൾവർട്ടുകളുടെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. 5 കൾവർട്ടുകളുടെ നിർമ്മാണം ഭാഗികമായി പൂർത്തീകരിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള കൾവർട്ട്, ഡൈനേജ് എന്നിവയുടെ പ്രവൃത്തികളും നിലവിൽ പുരോഗമിക്കുന്നുണ്ട്. ഡിസംബറോടെ ഇതിന്റെ പ്രവർത്തനം പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് ഒറ്റപ്പാലം എംഎൽഎ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ പറഞ്ഞു. ഒറ്റപ്പാലം ചെർപ്പുളശ്ശേരി എന്നീ 2 പട്ടണങ്ങളെ ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് ഒറ്റപ്പാലം ചെർപ്പുളശ്ശേരി റോഡ്. ഒറ്റപ്പാലം മുതൽ കിഴൂർ റോഡ് വരെയുള്ള ഒറ്റപ്പാലം ചെർപ്പുളശ്ശേരി റോഡിലെ 11 കിലോമീറ്റർ ദൂരം കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 54.29 കോടി രൂപയ്ക്ക് ഈ പ്രവൃത്തിയുടെ നിർമ്മാണം ആരംഭിച്ചിരിക്കുകയാണ്. അനങ്ങൻമലയുടെ താഴ്വാരത്തു കൂടിയാണ് ഈ റോഡിൻ്റെ ഈ 11 കിലോമീറ്റർ റീച്ചിൻ്റെ നല്ലൊരു ഭാഗം പോകുന്നത്. വെള്ളം റോഡിലേക്ക് കയറി റോഡ് നാശമാകുന്നത് സ്ഥിരം കാഴ്ചയായിരുന്നു. 28 കൾവർട്ടാണ് ഇതിൻ്റെ ഭാഗമായി ഈ പ്രവൃത്തിയിൽ നിർമ്മിക്കാൻ പോകുന്നത്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് പ്രവൃത്തി ഏറ്റെടുത്തിട്ടുള്ളത്. 2026 മാർച്ച് മാസം വരെ പ്രവൃത്തിക്ക് കാലാവധിയുണ്ട്. 11 കിലോമീറ്റർ ദൂരം ഏറ്റവും മാതൃകാപരമായ നിലയിൽ പൂർത്തീകരിക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വാട്ടർ അതോറിറ്റിയുടെ ഭാഗമായിട്ടുള്ള പൈപ്പ് ലൈനുകൾ മാറ്റൽ, ടെലിഫോൺ ഉൾപ്പെടെയുള്ള കേബിളുകൾ മാറ്റൽ, അതുപോലെ തന്നെ ഈ പ്രവൃത്തിയുടെ ഭാഗമായി റോഡരികിൽ റോഡിന് നിർമ്മാണത്തിന് തടസ്സമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റൽ ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിയുമെന്ന തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. സ്വാഭാവികമായും മഴയുടെ ഭാഗമായി റോഡ് പണി വേഗതയിൽ നടക്കുന്നതിന് ചില പരിമിതികളുണ്ട്. യാത്രക്കാർക്ക് ഇപ്പോൾ ചില പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്. നല്ല നിലയിൽ ഈ കാലാവസ്ഥയൊന്ന് മാറിയാൽ ഉടനെ തന്നെ നമുക്ക് പണി വേഗതയിൽ പൂർത്തീകരിക്കാനാകും. പ്രതീക്ഷിക്കുന്നത് 25 ഡിസംബർ 26 ജനുവരിയോട് കൂടി തന്നെ ഈ പ്രവൃത്തി പൂർത്തീകരിക്കാനാകുമെന്ന ആത്മവിശ്വാസമാണുള്ളത്.